ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഇന്നൊരു ഡബിൾ കളറുള്ള സ്റ്റിക്കറിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ക്രീനാണ് ഇത്. ഇതിൻ്റെ സാമ്പിളാണ് ഇത്. സാമ്പിളിൽ നിന്ന് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ജസ്റ്റ് കളർ സാമ്പിളിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ 4 വശവും സ്ക്രീൻ കോട്ടിംഗ് വെച്ച് കോട്ട് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്തതാണ് ഈ സ്ക്രീൻ. പിന്നെ ഞങ്ങൾ ഏതാണോ ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യുന്നത് അത് മാത്രം ഓപ്പൺ കൊടുത്തിട്ട് നെക്സ്റ്റ് കളർ ബ്ലാക്ക് ക്ലോസ് ചെയ്തു. വൈറ്റ് പ്രിൻറ്റിങ് കഴിഞ്ഞു. സ്ക്രീനെല്ലാം ക്ലീനായിട്ട് വാഷ് ചെയ്തു. നെക്സ്റ്റ് ഞങ്ങൾക്ക് കോട്ടിങ് വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാം. വൈറ്റ് പ്രിൻ്റ് ചെയ്തതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ബ്ലാക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത് ഓപ്പൺ കൊടുക്കണം. നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ. ഇനി ബ്ലാക്ക് പ്രിൻ്റ് ചെയ്യുന്നത് നോക്കാം. വൈറ്റും ബ്ലാക്കും പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ഞങ്ങൾക്ക് കീ കളറായ ബ്ലൂ ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇനി ബ്ലൂ എങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നത്, എങ്ങനെ റെഡി ഇടുന്നതെന്ന് കാണാം.
ബ്ലൂ പ്രിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതേ റെഡിയിൽ വൈറ്റ് അടിക്കണം. കാരണം എന്തെന്നാൽ അതിന് ഓറഞ്ച് പ്രിൻറ്റിങ് വന്നാൽ ബ്ലൂ ഡള്ളാവും. അപ്പം ബ്ലൂ ഡള്ളാവാതിരിക്കാനാണ് വൈറ്റ് അതേ റെഡിയിൽ സെയിം റെഡിയിൽ അതേ സ്ക്രീനിൽ വൈറ്റ് പ്രിൻ്റ് ചെയ്യും. ഇപ്പോൾ ഈ സ്ക്രീനിൽ ഓറഞ്ചും ഗ്രേയും പ്രിൻ്റ് ചെയ്യുന്നത് ഓപ്പൺ ചെയ്തിട്ട് മിക്ക സ്ഥലമെല്ലാം കോട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഓറഞ്ചും ഗ്രേയും പ്രിൻറ്റിങ് ചെയ്യുന്നതിന് ടിൻ്റ് അടിക്കാനാണ് പറയുക. ഇതിൽ വൈറ്റ് ಮತ್ತು ബ്ലാക്ക് ലെറ്റർ പ്രിൻ്റ് ചെയ്യുന്നതിന് ലെറ്റർ പ്രിൻറ്റിങ് എന്നോ പിന്നെ ഫൈനൽ കളറായ ഓറഞ്ച് ഗ്രേ അടിക്കുന്നതിന് ഞങ്ങൾ ടിൻ്റ് അടിക്കാനാണ് പറയുക. ഇനി ഓറഞ്ചും ഗ്രേയും അടിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു. പിന്നെ ഈ 4, 2, 6 ഹോൾസ് മാതിരി കാണുന്നല്ലോ, അത് LED ആണ്. അത് LED അങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കണം. LED ടിൻ്റ് വരാൻ പാടില്ല ഞങ്ങൾ ടിൻ്റ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ബാക്ക് വശാക്കുന്ന ഗമ്മുണ്ടല്ലോ, ആ ഗമ്മും LED വരാൻ പാടില്ല. പ്രിൻറ്റിങ് എല്ലാം ഫിനിഷ് ആയതിന് ബാക്ക് വശം ഗം ചെയ്യും. അത് നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ കാണിക്കാം. ഇതാണ് ഫൈനൽ കളർ ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്ത് വെച്ച ഇങ്ക് അഥവാ പെയിൻറ്റ്. ഈ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ ഞങ്ങൾ കളറിനെല്ലാം ഇങ്ക് എന്നാണ് പറയുക. ഇത് ടിൻ്റ് അടിക്കാൻ വേണ്ടി റെഡി ഇട്ടതാണ്. ഇതാണ് റെഡി ഇട്ടത്. ഞങ്ങൾക്ക് ടിൻ്റായ ഓറഞ്ചും ഗ്രേയും ഇവിടെ അടിക്കാം. 2 ഇഞ്ച് ടേപ്പ് സൈഡിലിട്ടിട്ട് പ്രിൻറ്റിങ് ചെയ്യും. ഓറഞ്ചും ഗ്രേയും ചെയ്ത് കഴിഞ്ഞു. ഇത് ഡ്രൈ ആവാൻ വേണ്ടി ബോർഡിൽ വെച്ചതാണ്. അടുത്തതായി ഇതിൻ്റെ മേലെ വൈറ്റ് അടിക്കണം. സെയിം സ്ക്രീനിൽ തന്നെയാണ് വൈറ്റ് അടിക്കുന്നത്. വൈറ്റ് എന്തിന് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓറഞ്ചും ഗ്രേയും ബ്രൈറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വൈറ്റ് അടിക്കുന്നത്. ഡബിൾ കളർ സ്റ്റിക്കർ ഇവിടെ ഫിനിഷായി. ഇനി നല്ലൊരു സ്റ്റിക്കറിൻ്റെ വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാ.